ഏറ്റവും ഒടുവിൽ നമ്മുടെ കാലിക്കറ്റിൽ എയർപോർട്ടിലേക്ക് വഖഫ് നിയമവിരുദ്ധ സമരം നടന്നല്ലോ. അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ സോളിഡാരിറ്റി വിങ് അവിടേക്ക് പ്രതിഷേധ പ്രകടനം നടത്തുമ്പോൾ അവിടെ ഉയർത്തിപ്പിടിച്ച സയ്യിദ് ഖുത്ബുദ്ദീൻ്റെ പതാക നമ്മൾ കണ്ടതല്ലേ? ഈ സയ്യിദ് ഖുത്ബുദ്ദീൻ്റെ പതാക ഉയർത്തിപ്പിടിച്ചതിനെ UDF അംഗീകരിക്കുന്നുണ്ടോ? ലീഗ് അംഗീകരിക്കുന്നുണ്ടോ? മുസ്ലിം ബ്രദർഹുഡിൻ്റെ താത്വിക ആചാര്യൻ, അതും ആരാണ് ഇയാൾ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം മതേതര ചേരിക്ക് വേണ്ടി നിലകൊണ്ട, ചേരിചേരാ നയങ്ങളുടെ ഭാഗമായി നിലയുറപ്പിച്ച അന്നത്തെ ഈജിപ്ഷ്യൻ പ്രസിഡൻ്റായ ഗമാൽ അബ്ദുൽ നാസറിനെ വധിച്ചു എന്നതിൻ്റെ പേരിൽ തൂക്കിലേറ്റപ്പെട്ട ഒരു നേതാവിനെ, ആ നേതാവ് ഒരു മത തീവ്രവാദി എന്ന് മുദ്രകുത്തപ്പെട്ട ഒരു നേതാവിൻ്റെ പടം വെച്ചുകൊണ്ട് ക്യാമ്പയിൻ ചെയ്ത സംഘടനയെ എങ്ങനെയാണ് നിലപാട് മാറി എന്ന് പറയാൻ കഴിയുക എന്ന വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് ലീഗ് പോലും VD സതീശൻ്റെ ആ പ്രസ്താവനയിൽ കുരുങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായത്. അപ്പോൾ ഇതൊക്കെ വസ്തുതയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ഉന്നയിക്കപ്പെടും, വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടും, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും, വിയോജിപ്പുകൾ ഉണ്ടാവും. വരുന്ന ദിവസങ്ങളിൽ ഇതൊക്കെ ചർച്ചയാവും. ഏതെങ്കിലും തരത്തിൽ പച്ച വർഗീയത പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മണ്ഡലമേ അല്ല നിലമ്പൂർ എന്നുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടത്ര യുക്തിഭദ്രമായി വിധി എഴുതാനുള്ള ശേഷിയുണ്ട്. 2009 ശേഷമുള്ള നിലമ്പൂർ മണ്ഡലം 2009 മുമ്പുള്ള നിലമ്പൂർ മണ്ഡലമേ അല്ല. ആ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം തന്നെ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ നമ്മളും കൗതുകത്തോടു കൂടി തന്നെയാണ് കാത്തിരിക്കുന്നത്.